ശ്രീമതി ധന്യാരാമൻ. എന്നിട്ട് ഈ കാപ്പ ഗുണ്ട സുബിൻ, മരണം സുബിൻ എന്നാണ് പേര്, മറ്റു വഴിയില്ലാതെ പോലീസ് പിടിക്കാൻ പോയി. അയാൾ പട്ടി അഴിച്ചു വിട്ടു പോലീസുകാർക്ക് നേരെ. 6 പേരിൽ പിടികൂടിയത് 2 പേരെയാണ്, ബാക്കി 4 പേര് നാടുവിട്ടു. സാധാരണ വാർത്താക്കുറിപ്പ് ഇറക്കുന്ന പോലീസ് 2 പേരുടെ അറസ്റ്റ് വിവരം പൂഴ്ത്തിവെച്ചു. 11 കേസിലെ പ്രതിക്ക് സ്വൈര്യവിഹാരം നടത്തണമെങ്കിൽ, 11 കേസാണ് കേട്ടോ, 11 ഗുരുതര കേസിലെ പ്രതിക്ക് ഇങ്ങനെ സ്വൈര്യവിഹാരം നടത്തണമെങ്കിൽ, ഇങ്ങനെ പട്ടാപ്പകൽ സ്ഥാപനത്തിൽ കയറി ഗ്യാങ് റേപ്പ് നടത്തണമെങ്കിൽ വ്യക്തമായ പോലീസ് പൊളിറ്റിക്കൽ സപ്പോർട്ടില്ലെന്ന് പറയാൻ പറ്റുമോ ശ്രീമതി ധന്യാരാമൻ? സപ്പോർട്ടില്ലാത്ത 5 കേസാവുമ്പോൾ തന്നെ സാധാരണ കാപ്പ ചുമത്തി ഇവരെ ജയിലിൽ അടയ്ക്കേണ്ടതാണ്. ഒന്നാമത് പോലീസ് വളരെ അലേർട്ടായിരിക്കേണ്ട സമയം തന്നെയാണ്. കാരണം കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് നമ്മൾ ഈ കോവിഡിന് ശേഷമുള്ള കുറ്റകൃത്യം അതിഭീകരമാണ്. പട്ടാപ്പകൽ റേപ്പ് ചെയ്യൽ, നമ്മൾ കേട്ടുകേൾവി ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അത്രയും ക്രിമിനൽസ് ഇവിടെ വർദ്ധിച്ചിരിക്കുന്നു. പക്ഷെ അവരെ അതുപോലെ ഒതുക്കാനായിട്ട് പോലീസ് സംവിധാനത്തിന് സാധിക്കുന്നില്ല, പോലീസുകാർക്ക് പറ്റുന്നില്ല, പോലീസുകാരെ കൊണ്ട് അത് പറ്റത്തുമില്ല. അതിന് വലിയ ഒരു ഈ ഗുണ്ടകൾക്കെല്ലാം തന്നെ ഒന്നുകിൽ ഇവിടുത്തെ വലിയ വലിയ ബിസിനസ്സുകാർ, അവരാണ് ഗുണ്ടകൾ ഉപയോഗിക്കുന്ന 2 വിഭാഗമാണ്. ഒന്ന് രാഷ്ട്രീയക്കാർ, രണ്ടാമത്തേത് ഇവിടുത്തെ ഏറ്റവും വലിയ സമ്പത്തുള്ള ബിസിനസ്സുകാർ. അവരുടെ ഓപ്പോസിറ്റുള്ള ബിസിനസ്സുകാരെ ഒതുക്കാനും എന്തെങ്കിലും ഒന്നും വേണ്ട, ഒരു തട്ടുകട അപ്പുറത്ത് വന്നു, തൊട്ടിപ്പുറത്ത് വന്ന ആ ഇപ്പുറത്തെ തട്ടുകടക്കാരൻ ഈ ട്രിവാൻഡ്രം സിറ്റിക്കകത്തോട്ട് വെട്ടി ഓടിച്ചിട്ടുണ്ട് മറ്റുള്ളവരെ. അപ്പോൾ അതൊക്കെ ഈ ബിസിനസ് സംബന്ധമായിട്ട് സാമ്പത്തികം ഉണ്ടാക്കാൻ ഈ ഒരു മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ക്രിമിനൽസിനെ യൂസ് ചെയ്യുന്നത്. അവരെ ഒതുക്കാനായിട്ട് എന്തുകൊണ്ട് ഇവിടുത്തെ പോലീസ് ഏറ്റവും ശക്തിയുള്ള പോലീസാണ്, ബുദ്ധിയുള്ള പോലീസാണ്. അവർ വിചാരിച്ച നടക്കാത്തതായിട്ട് ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ ഓർക്കണം, ഈ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ പോലീസുകാരനെ പ്രതികൾ കൊന്നു, ഒരാളെ ചവിട്ടിക്കൊന്നു ഒരു പോലീസുകാരനെ. എത്ര പോലീസുകാർക്ക് കുത്തേറ്റു? കരമനയുള്ള ഒരു പോലീസുകാരന് 2 കുത്തേറ്റു, മെഡിക്കൽ കോളേജിലെ ഒരു പോലീസുകാരന് കുത്തേറ്റു, പൂജപ്പുര SIക്ക് കുത്തേറ്റു, കൊല്ലത്തൊരു SIയുടെ കയ്യിൽ വെട്ട് കിട്ടി. അദ്ദേഹത്തിൻ്റെ വിരൽ നിശ്ചലമായിട്ട് 2 വർഷമായി. ആ വിരൽ പിന്നെ ആ വിരൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. കൊല്ലലും ഈ പോലീസിനെ തന്നെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സേനയുടെ ആ അധികാരം കൃത്യമായിട്ട് അവർക്ക് വിനിയോഗിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് ഞാൻ ഇത്തരം കേസുകൾ ഞാൻ വിശ്വസിക്കുന്നത്. ഇനി എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, എനിക്ക് ഈ തിരുവല്ലയിലെ ഈ കുട്ടി സംസാരിക്കുന്നത് കേട്ടിട്ട് തന്നെ എനിക്ക് നേരത്തെ ഞാൻ ഭയങ്കര ഹൃദയാഘാതം വരുന്ന പോലെ തോന്നുന്നു. കാരണം ഭർത്താവ് മരിച്ചിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. അപ്പോൾ ജീവിക്കാൻ വേണ്ടി പോകുന്ന പെൺകുട്ടികളാണ്. അവരെ അത്രയും ക്രൂരമായി പട്ടാപ്പകൽ അവർ ജോലി ചെയ്യുന്ന, അവർ സുരക്ഷിതത്വം ഉണ്ടെന്ന് വിചാരിക്കുന്ന സ്ഥാപനത്തിൽ പട്ടാപ്പകൽ കയറി അവരെ ഇതുപോലെ ഉപദ്രവിച്ച് റേപ്പ് ചെയ്യണമെങ്കിൽ ആ പ്രതിയുടെ മാനസിക, അവനൊക്കെ വെട്ടിക്കൊല്ലണം എന്നാണ് ഞാൻ പറയുന്നത്. ഇതിനൊന്നും ആരെയും കാത്തു നിൽക്കരുത്. കാരണം അത്രയും ഇവരെ കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. കോടതികളും അങ്ങനെ തന്നെയാണ്. കോടതികളെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിനിടയിൽ കോടതികളും വലിയ കളി കളിക്കുന്നുണ്ട്. ഞാൻ അതിനെല്ലാം കൃത്യമായിട്ടുള്ള എവിഡൻസ് നിങ്ങൾക്ക് തരാം. എൻ്റെ ഒരു എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടീനെ ഇവിടെ ഒരു ഗുണ്ട റേപ്പ് ചെയ്ത് ഓവർ ട്വിസ്റ്റായിട്ട് ബ്ലീഡിങ്ങും ബോധവും പോയിട്ട് ഇവിടെ ട്രിവാൻഡ്രത്തെ അനന്തപുരി ഹോസ്പിറ്റലിൻ്റെ അവിടെ അവനാക്കിയിട്ട് അവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞിട്ട് ഈ കുട്ടി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആവും മുമ്പേ ഇവൻ്റെ കയ്യിൽ 3 തോക്കുണ്ട്. ഇന്ന് വരെ ആ 3 തോക്ക് പോലീസ് കണ്ടെടുത്തിട്ടില്ല. ഈ തോക്ക് ഉപയോഗിച്ചാണ് കുട്ടിയെ ഭീഷണിപ്പെടുത്തിയത്. ആ കുട്ടി ജീവിക്കാൻ നിവൃത്തിയില്ലാതെ അതിൻ്റെ അച്ഛൻ മരിച്ചുപോയി, അമ്മയ്ക്ക് സർജറി വേണം, ജോലി ചെയ്ത് ശമ്പളം ചോദിച്ചതിനാണ് ആ കുട്ടീനെ അയാൾ റേപ്പ് ചെയ്തത്. അപ്പോൾ ആ പ്രതിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് അവന് 10-70 വർഷം ജയിലിൽ കിടക്കേണ്ട വകുപ്പുകളൊക്കെ ഇട്ടിട്ടാണ് പോലീസ് FIR തയ്യാറാക്കി. പക്ഷേ നെടുമങ്ങാട് SC കോടതിയിൽ എത്തിയപ്പം ആ ജഡ്ജി ആ പ്രതിക്ക് ജാമ്യം കൊടുത്തു. എനിക്ക് മനസ്സിലാവുന്നില്ല, 70 കൊല്ലം ജയിലിൽ കിടക്കേണ്ടവൻ എങ്ങനെ ജാമ്യം? നിങ്ങൾ വിചാരിക്കും ഈ ഒരു കേസിൽ മാത്രം ഈ SC കോടതികളൊക്കെ വെറും വേസ്റ്റാണ്. ഇന്ന് വരെ ഏതെങ്കിലും ഒരു കേസ് നെടുമങ്ങാട് SC കോടതി ശിക്ഷിച്ചതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? റേപ്പ് ചെയ്യപ്പെട്ടവർക്ക് ജാമ്യം, പിന്നെ അതിക്രൂരമായി വീട്ടിൽ കയറി ഒരു സൈഡ് മൊത്തം ഈ കൈ ഇല്ല, ആ രീതിയിൽ അവർ കൈ 2-3 വട്ടം സർജറി ചെയ്തിട്ട് ആ എല്ലൊന്നും കറക്റ്റ് ആവുന്നില്ല. അങ്ങനെയുള്ള സ്ത്രീയുടെ വീട്ടിൽ ഈ ഡ്രില്ലിംഗ് മെഷീനും കട്ടറും എടുത്ത് കയറി ഇത്രയും വലിയൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഒരു സ്ത്രീയെ പട്ടാപ്പകൽ കൈ അടിച്ചൊടിച്ച് അതിന് 3 സർജറി നടത്തിയിട്ടതിന് ശരിയാകില്ല. അതിന് പോലും SC കോടതിയിൽ ജാമ്യം. ഞങ്ങൾക്കിപ്പോൾ ഒട്ടും വിശ്വാസമില്ലാത്ത കോടതികളെയാണ്. ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ കൺസ്ട്രക്ഷൻ കോൺട്രാക്ടറാണ്. 2024 എൻ്റെ ഒരു പ്രോജക്റ്റിൽ വർക്കല ബീച്ചിൽ എനിക്ക് ലാൻഡ് പർച്ചേസ് ചെയ്ത് കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഞാൻ അത് കൃത്യമായിട്ട് എൻ്റെ ക്ലയൻറ്റ് സൗത്ത് ആഫ്രിക്കയിലുള്ളൊരു മലയാളിയാണ്. അദ്ദേഹത്തിന് തിരിച്ച് വന്നിവിടെ സെറ്റിൽ ആവാനാണ് ആ പ്രോജക്റ്റ്. അപ്പോൾ ഞാൻ 26 സെൻറ്റ് കൃത്യമായിട്ട് പർച്ചേസ് ചെയ്ത് ലാൻഡ് രജിസ്റ്റർ ചെയ്തു. പിന്നെ അദ്ദേഹം തിരിച്ച് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയി. അപ്പോൾ ഞാനിവിടെ എൻ്റെ ആർക്കിടെക്റ്റിനെ കൊണ്ട് സൈറ്റിൽ പോയി ഒരു ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്ത് തന്നതനുസരിച്ച് എനിക്ക് മതിൽ വെട്ടണം. അത് റോഡിനുള്ള സ്ഥലം വിട്ട് മതിൽ വെട്ടണം. മതിൽ വെട്ടാനായിട്ട് മാർക്ക് ചെയ്യാൻ പോയതാണ്. എൻ്റെ കൂടെ ഡ്രൈവറും ഉണ്ടായിരുന്നു, 2 ജോലിക്കാരും ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു 10-25 പേര് കൂടി എന്നെ അങ്ങ് വളഞ്ഞു.
വളഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് സംഭവം? ഞാൻ കൈയും കെട്ടി നിന്നതേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഇവരെ എന്നെ ഇപ്പോൾ കൊന്ന് കടലിൽ എറിയുമായിരിക്കുന്നു. ആ രീതിയിലുള്ള ഗുണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 24 പുരുഷന്മാരെ എനിക്ക് ചീളായിട്ടാണ് തോന്നിയത്. പക്ഷേ എൻ്റെ നാട്ടുകാരായിട്ടുള്ള ജോലിക്കാർ പറഞ്ഞു, മാഡം നിങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം, കാരണം ഇവരുടെ ഒരു ശീലം അനുസരിച്ച് ഇവർ നമ്മളെ അവർ സംഘർഷം ഉണ്ടാക്കും. എന്നിട്ട് അതിനിടെ നമ്മളെ കുത്തിയിട്ട് ഇവൻ അങ്ങ് രക്ഷപ്പെടും. ഈ പ്രതി അവൻ ആസിമുദ്ദീൻ എന്നാണ്. അവൻ ഇപ്പോഴും വർക്കല മാന്തറയിൽ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഞാൻ അവൻ്റെ പേരിൽ പരാതി കൊടുത്തിട്ടില്ല. പക്ഷേ ഞാൻ എങ്ങനെയാണ് എൻ്റെ പകരം വീട്ടുന്നുള്ളത് ഞാൻ നിയമപരമായിട്ടും പോകുന്നില്ല, ഞാൻ അയാളെ ഉപദ്രവിക്കാനും പോകുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും ഞാൻ മറുപടി കൊടുത്തിരിക്കും. ഞാൻ എൻ്റെ പ്രോജക്റ്റ് പൂർത്തിയാക്കി ഈ ഹാൻഡ് ഓവർ ചെയ്തു. പക്ഷേ ഇവനെ പോലെയുള്ള ഗുണ്ടകളെയൊന്നും ഞാൻ പേടിച്ചില്ല. അപ്പോൾ അതുപോലെ ഇവർക്ക് അന്ന് ആ സമയത്ത് പോലീസുകാർ വന്ന് ഈ ഗുണ്ടകളെ മാനേജ് ചെയ്യാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്, അവരെ തിരിച്ചയക്കാനായിട്ട്. എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു എന്താ പറയണ്ടേ, എനിക്ക് പേടിയൊന്നും ഉണ്ടായിട്ടില്ല. ഞാനിങ്ങനെ പേടിക്കത്തില്ല. അവൻ കുത്തി എന്നെ കടലിട്ട് ഇട്ടു, ബാക്കി അവൻ അനുഭവിക്കുക, അത്രേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷേ എൻ്റെ ഡ്രൈവറെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിച്ചു. എവിടെ നിന്നാണ് ഇവർക്ക് അതിനുശേഷവും ഇതേ ഗുണ്ടകളെ ഉപയോഗിച്ച് തൊട്ടടുത്തുള്ള റിസോർട്ടുകാരാണ് അയക്കുന്നത് നോക്കണം. അവരിപ്പോഴും അവിടെ പോയി ഒരു സബ് ഇൻസ്പെക്ടറെ ഭീഷണിപ്പെടുത്തുന്ന ഒരു വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അതെങ്ങനെ കിട്ടിയെന്ന് എന്നോട് ചോദിക്കരുത്. അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ചോദിച്ചാൽ ഞാൻ കൊടുക്കും. പക്ഷേ എനിക്ക് തന്ന ആൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അപ്പോൾ അത്രയും ക്രിമിനൽസ് വാഴുന്ന ഒരു അവരെങ്ങനെ വാഴുന്നത് എന്തുകൊണ്ടാണ്? ഇതിപ്പോൾ ഇന്നലെ കേൾക്കുന്നതല്ലോ, ഇന്നലെ മിനിഞ്ഞാന്നും കഴിഞ്ഞ വർഷം കേൾക്കുന്നതല്ലോ. കഴിഞ്ഞ കുറേ നാളായി അവരങ്ങനെ വാഴുകയാണ്, ആരാലും ചോദ്യം ചെയ്യാതെ. ഈ പറഞ്ഞ 11 കേസും 50 കേസും ഉണ്ടെങ്കിലും എത്ര കാപ്പയുണ്ടെങ്കിലും അവർ സ്ഥാപനത്തിൽ കയറും, ആരുമില്ലാത്തവരെ റേപ്പ് ചെയ്യും, കൂളായി ഇറങ്ങിപ്പോകും. ജോർജ് ജോസഫ്, കൊച്ചിയിൽ 500-ലധികം സ്പാകൾ, തിരുവനന്തപുരത്ത് 200-ഓളം സ്പാകൾ. പറയുന്നത് ശരിയാണോ എന്നറിയില്ല. ഈ നമ്മൾ ഇലനക്കി നായയുടെ ചെറുനക്കി നായ എന്ന് പറയുന്നത് പോലെ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവരുടെ അടുത്ത് പോലീസുകാരുടെ കാശൂറ്റിൽ ഒത്താശ പുതിയ കാര്യമൊന്നുമല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ഒരു അധർമ്മത്തിൻ്റെ മർമ്മം മനസ്സിലാകുന്നുണ്ടോ? അതായത് അധർമ്മത്തിൻ്റെ മർമ്മം അതിൻ്റെ ഒരു കൊടുമ്പരിയിൽ പോകാൻ വേണ്ടിയിരിക്കുമ്പം അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോഴെന്ന് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ ആണെന്നുള്ളത് നാം ഇനി അടിമത്തിൽ കൂടിയും പോരുത്. പുള്ളിങ് ഡൗൺ സ്റ്റോൾസ് കാസ്റ്റിംഗ് ഡൗൺ ഇമേജിനേഷൻസ് സ്റ്റാൻഡ് ഫാസ്റ്റ് ലിബർട്ടി വർത്ത് ക്രൈസ്റ്റ് മേഡ് ഫ്രീ നാമിനെ അടിമത്തിൽ കൂടി പോരുത്. നമുക്കൊന്നും കൂടെ ഒന്ന് കേട്ടു നോക്കാം. ധന്യാരാമൻ എന്നിട്ട് ഈ കാപ്പ ഗുണ്ട സുബിൻ എന്നാണ് പേര്. മറ്റു വഴിയില്ലാതെ പോലീസ് പിടിക്കാൻ പോയി. അയാൾ പട്ടി അഴിച്ചുവിട്ട് പോലീസുകാർക്ക് നേരെ. 6 പേരിൽ പിടികൂടിയത് 2 പേരെയാണ്, ബാക്കി 4 പേര് നാടുവിട്ടു. സാധാരണ വാർത്താക്കുറിപ്പ് ഇറക്കുന്ന പോലീസ് 11 കേസാണ് കേട്ടോ. 11 ഗുരുതര കേസിലെ പ്രതിക്ക് ഇങ്ങനെ സ്വൈരവിഹാരം നടത്തണമെങ്കിൽ, ഇങ്ങനെ പട്ടാപ്പകൽ സ്ഥാപനത്തിൽ കയറി ഗ്യാങ് റേപ്പ് നടത്തണമെങ്കിൽ വ്യക്തമായ പോലീസ് പൊളിറ്റിക്കൽ സപ്പോർട്ടില്ലെന്ന് പറയാൻ പറ്റുമോ ശ്രീമതി ധന്യാരാമൻ? തീർച്ചയായിട്ടും സപ്പോർട്ടില്ലാത്ത 5 കേസാവുമ്പോൾ തന്നെ സാധാരണ കാപ്പ ചുമത്തി ഇവരെ ജയിലിൽ അടയ്ക്കേണ്ടതാണ്. ഒന്നാമത് പോലീസ് വളരെ അലേർട്ടായിരിക്കേണ്ട സമയം തന്നെയാണ്. കാരണം കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് നമ്മൾ ഈ കോവിഡിന് ശേഷമുള്ള കുറ്റകൃത്യം അതിഭീകരമാണ്. പട്ടാപ്പകൽ റേപ്പ് ചെയ്യൽ, നമ്മൾ കേൾവിയില്ലാത്ത കാര്യങ്ങളൊക്കെ അത്രയും ക്രിമിനൽസ് ഇവിടെ വർദ്ധിച്ചിരിക്കുന്നു. പക്ഷെ അവരെ അതുപോലെ ഒതുക്കാനായിട്ട് പോലീസ് സംവിധാനത്തിന് സാധിക്കുന്നില്ല, പോലീസുകാർക്ക് പറ്റുന്നില്ല, പോലീസുകാരെ കൊണ്ട് അത് പറ്റത്തുമില്ല. അതിന് വലിയ ഒരു ഈ ഗുണ്ടകൾക്കെല്ലാം തന്നെ ഒന്നുകിൽ ഇവിടുത്തെ വലിയ വലിയ ബിസിനസ്സുകാർ, അവരാണ് ഗുണ്ടകൾ ഉപയോഗിക്കുന്ന 2 വിഭാഗമാണ്. ഒന്ന് രാഷ്ട്രീയക്കാർ, രണ്ടാമത്തേത് ഇവിടുത്തെ ഏറ്റവും വലിയ സമ്പത്തുള്ള ബിസിനസ്സുകാർ. അവരുടെ ഓപ്പോസിറ്റുള്ള ബിസിനസ്സുകാരെ ഒതുക്കാനും എന്തെങ്കിലും ഒന്നും വേണ്ട. ഒരു തട്ടുകട അപ്പുറത്ത് വന്നു, തൊട്ടിപ്പുറത്ത് വന്ന ഇപ്പുറത്തെ തട്ടുകടക്കാരൻ ഈ യുവാക്കൾ വെട്ടി ഓടിച്ചിട്ടുണ്ട് മറ്റുള്ളവരെ. അപ്പോൾ അതൊക്കെ ഈ ബിസിനസ് സംബന്ധമായിട്ട് സാമ്പത്തികം ഉണ്ടാക്കാൻ ഈ ഒരു മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ക്രിമിനൽസിനെ യൂസ് ചെയ്യുന്നത്. അവരെ ഒതുക്കാനായിട്ട് എന്തുകൊണ്ട് ഇവിടുത്തെ പോലീസ് ഏറ്റവും ശക്തിയുള്ള പോലീസാണ്, ബുദ്ധിയുള്ള പോലീസാണ്. അവർ വിചാരിച്ച് നടക്കാത്തതായിട്ട് ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ ഓർക്കണം, ഈ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ പോലീസുകാരനെ പ്രതികൾ കൊന്നു, ഒരാളെ ചവിട്ടിക്കൊന്നു ഒരു പോലീസുകാരനെ. എത്ര പോലീസുകാർക്ക് കുത്തേറ്റു? കരമനയുള്ള ഒരു പോലീസുകാരന് 2 കുത്തേറ്റു. മെഡിക്കൽ കോളേജിലെ ഒരു പോലീസുകാരന് കുത്തേറ്റു. പൂജപ്പുര SIക്ക് കുത്തേറ്റു. കൊല്ലത്തൊരു SIയുടെ കയ്യിൽ വെട്ട് കിട്ടി. അദ്ദേഹത്തിൻ്റെ വിരൽ നിശ്ചലമായിട്ട് 2 വർഷമായി. ആ വിരൽ പിന്നെ ആ വിരൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. കൊല്ലലും ഈ പോലീസിനെ തന്നെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സേനയുടെ ആ അധികാരം കൃത്യമായിട്ട് അവർക്ക് വിനിയോഗിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് ഞാൻ ഈ കേസിൽ ഇത്തരം കേസുകളിൽ വിശ്വസിക്കുന്നത്.
എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്ക് ഈ തിരുവല്ലയിലെ ഈ കുട്ടിയെ സംസാരിക്കുന്നത് കേട്ടിട്ട് തന്നെ എനിക്ക് നേരത്തെ ഞാൻ ഭയങ്കര ഹൃദയാഘാതം വരുന്ന പോലെ തോന്നി. കാരണം ഭർത്താവ് മരിച്ചിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. അപ്പോൾ ജീവിക്കാൻ വേണ്ടി പോകുന്ന പെൺകുട്ടികളാണ്. അവരെ ഇത്രയും ക്രൂരമായി പട്ടാപ്പകൽ അവർ ജോലി ചെയ്യുന്ന അവർ സുരക്ഷിതത്വം ഉണ്ടെന്ന് വിചാരിക്കുന്ന സ്ഥാപനത്തിൽ പട്ടാപ്പകൽ കയറി അവരെ ഇതുപോലെ ഉപദ്രവിച്ച് റേപ്പ് ചെയ്യണമെങ്കിൽ ആ പ്രതിയുടെ മാനസിക അവരെ വെട്ടിക്കൊല്ലണം എന്നാണ് ഞാൻ പറയുന്നത്. ഇതൊന്നും ആരും കാത്തു നിൽക്കരുത്. കാരണം അത്രയും ഇവരെ കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. കോടതികളും അങ്ങനെ തന്നെയാണ്. കോടതികളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിനിടയിൽ കോടതികളും വലിയ കളി കളിക്കുന്നുണ്ട്. ഞാൻ അതിനെല്ലാം കൃത്യമായിട്ട് എവിഡൻസ് നിങ്ങൾക്ക് തരാം. എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടിയെ ഇവിടെ വലിയ ഒരു ഗുണ്ട റേപ്പ് ചെയ്ത് ഓവർ ട്വിസ്റ്റായിട്ട് ബ്ലീഡിങ്ങും ബോധവും പോയിട്ട് ഇവിടെ ട്രിവാൻഡ്രത്തെ അനന്തപുരി ഹോസ്പിറ്റലിൻ്റെ അവനാക്കിയിട്ട് രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ട് ഇവൻ്റെ ഈ കുട്ടി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആവും മുമ്പേ ഇവരുടെ കയ്യിൽ 3 തോക്കുണ്ട്. ഇന്ന് വരെ ആ 3 തോക്ക് പോലീസ് കണ്ടെടുത്തിട്ടില്ല. ഈ തോക്ക് ഉപയോഗിച്ചാണ് കുട്ടിയെ ഭീഷണിപ്പെടുത്തിയത്. ആ കുട്ടി ജീവിക്കാൻ നിവൃത്തിയില്ലാതെ എൻ്റെ അച്ഛൻ മരിച്ചു. അമ്മയ്ക്ക് സർജറി. ഈ തിരുവല്ലയിലെ ഈ കുട്ടിയെ സംസാരിക്കുന്നത് കേട്ടിട്ട് തന്നെ എനിക്ക് നേരത്തെ ഞാൻ ഭയങ്കര ഹൃദയാഘാതം വരുന്ന പോലെ തോന്നി. കാരണം ഭർത്താവ് മരിച്ചിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. അപ്പോൾ ജീവിക്കാൻ വേണ്ടി പോകുന്ന പെൺകുട്ടികളാണ്. അവരെ ഇത്രയും ക്രൂരമായി പട്ടാപ്പകൽ അവർ ജോലി ചെയ്യുന്ന അവർ സുരക്ഷിതത്വം ഉണ്ടെന്ന് വിചാരിക്കുന്ന സ്ഥാപനത്തിൽ പട്ടാപ്പകൽ കയറി അവരെ ഇതുപോലെ ഉപദ്രവിച്ച് റേപ്പ് ചെയ്യണമെങ്കിൽ ആ പ്രതിയുടെ മാനസിക അവരെ വെട്ടിക്കൊല്ലണം എന്നാണ് ഞാൻ പറയുന്നത്. ഇതൊന്നും ആരും കാത്തു നിൽക്കരുത്. കാരണം അത്രയും ഇവരെ കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. കോടതികൾ തന്നെയാണ്. കോടതികളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിനിടയിൽ കോടതികളും വലിയ കളി കളിക്കുന്നുണ്ട്. ഞാൻ അതിനെല്ലാം കൃത്യമായിട്ട് എവിഡൻസ് നിങ്ങൾക്ക് തരാം. എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടിയെ ഇവിടെ വലിയ ഒരു ഗുണ്ട റേപ്പ് ചെയ്ത് ഓവർ ട്വിസ്റ്റായിട്ട് ബ്ലീഡിങ്ങും ബോധവും പോയിട്ട് ഇവിടെ ട്രിവാൻഡ്രത്തെ അനന്തപുരി ഹോസ്പിറ്റലിൻ്റെ അവനാക്കിയിട്ട് രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ട് ഇവൻ്റെ ഈ കുട്ടി ആശുപത്രിയിൽ ഡിസ്ചാർജ് ആവും മുമ്പേ ഇവരുടെ കയ്യിൽ 3 തോക്കുണ്ട്. ഇന്ന് വരെ ആ 3 തോക്ക് പോലീസ് കണ്ടെടുത്തിട്ടില്ല. ഈ തോക്ക് ഉപയോഗിച്ചാണ് കുട്ടിയെ ഭീഷണിപ്പെടുത്തുക. ആ കുട്ടി ജീവിക്കാൻ നിവൃത്തിയില്ലാതെ എൻ്റെ അച്ഛൻ മരിച്ചു. അമ്മയ്ക്ക് സർജറി വേണം. ജോലി ചെയ്ത് ശമ്പളം ചോദിച്ചാണ് ആ കുട്ടീനെ അയാൾ റേപ്പ് ചെയ്തത്. അപ്പോൾ ആ പ്രതിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് നല്ല അവർ 10-70 വർഷം ജയിലിൽ കിടക്കേണ്ട വകുപ്പുകളൊക്കെ ഇട്ടിട്ടാണ് പോലീസ് എത്തിക്കാൻ തയ്യാറായി. പക്ഷേ നെടുമങ്ങാട് SC കോടതിയിൽ എത്തിയപ്പോൾ ആ ജഡ്ജി ആ പ്രതിക്ക് ജാമ്യം കൊടുത്തു. എനിക്ക് മനസ്സിലാവില്ല 70 കൊല്ലം ജയിലിൽ കിടക്കേണ്ടവൻ എങ്ങനെ ജാമ്യം കിട്ടി? നിങ്ങൾ വിചാരിക്കും ഒരു കേസിൽ മാത്രം ഈ SC കോടതികളൊക്കെ വെറും വേസ്റ്റാണ്. ഇന്ന് വരെ ഏതെങ്കിലും ഒരു കേസ് നെടുമങ്ങാട് SC കോടതി ശിക്ഷിച്ചായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്? റേപ്പ് ചെയ്യപ്പെട്ടവർക്ക് ജാമ്യം, പിന്നെ അതിപൂർവ്വമായി വീട്ടിൽ കയറി ഒരു സൈഡ് മൊത്തം ഈ കൈയില്ല. ആ രീതിയിൽ അവർ കൈ 2-3 വട്ടം സർജറി ചെയ്തിട്ട് എല്ലൊന്നും കറക്റ്റ് ആവില്ല. അങ്ങനെയുള്ള സ്ത്രീയുടെ വീട്ടിൽ ഈ ഡ്രീം മെഷീൻ കട്ടർ എടുത്ത് കയറി ഇത് വലിയൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഒരു സ്ത്രീയെ പട്ടാപ്പകൽ കൈ അടിച്ചൊഴിച്ച് അതിന് 3 സർജറി നടത്തിയിട്ട് ശരിയല്ല. അതിന് പോലും SC കോടതി ജാമ്യം. ഞങ്ങൾക്ക് ഒട്ടും വിശ്വാസമില്ലാത്ത കോടതികളാണ്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ കൺസ്ട്രക്ഷൻ കോൺട്രാക്ടറാണ്. 2024 എൻ്റെ ഒരു പ്രോജക്റ്റിൽ വർക്കല ബീച്ചിൽ എനിക്ക് ഒരു ലാൻഡ് പർച്ചേസ് ചെയ്ത് കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഞാൻ അത് കൃത്യമായിട്ട് എൻ്റെ ക്ലൈൻറ്റ് സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു മലയാളിയാണ്. അദ്ദേഹത്തിന് തിരിച്ച് വന്നവിടെ സെറ്റിൽ ആവാനാണ് ആ പ്രോജക്റ്റ്. അപ്പോൾ ഞാൻ 26 സെൻറ്റ് കൃത്യമായിട്ട് പർച്ചേസ് ചെയ്ത് ലാൻഡ് രജിസ്റ്റർ ചെയ്തു. പിന്നെ അദ്ദേഹം തിരിച്ച് സൗത്ത് ആഫ്രിക്കയിലേക്ക്. അപ്പോൾ ഞാൻ എൻ്റെ ആർക്കിടെക്റ്റിനെ കൊണ്ട് സൈറ്റിൽ പോയി ഒരു ആർക്കിടെക്ട് ഡിസൈൻ ചെയ്യുന്ന അനുസരിച്ച് എനിക്ക് മതിൽ കെട്ടണം. റോഡിലുള്ള സ്ഥലം വിട്ട് മതിൽ കെട്ടണം. മതിൽ കെട്ടാനായിട്ട് മാർക്ക് ചെയ്യാൻ പോയതാണ്. എൻ്റെ കൂടെ ഡ്രൈവറും ഉണ്ടായിരുന്നു, 2 ജോലിക്കാരും ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു 10-25 പേര് കൂടി എന്നെ അങ്ങ് വളഞ്ഞു പറഞ്ഞ് പിന്നെ എന്താണ് സമയം ഞാൻ കൈ കെട്ടി നിന്നതേ ഉള്ളൂ. ഞാൻ വിചാരിച്ചവരെ എന്നെ ഇപ്പോൾ കൊന്ന് കടലിൽ എറിയുമായിരിക്കും. ആ രീതിയിലുള്ള ഗുണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 25-24 പുരുഷന്മാർ എനിക്ക് ചീളായിട്ടാണ് തോന്നുന്നത്. സ്ത്രീയെ പട്ടാപ്പകൽ കൈ അടിച്ചൊഴിച്ച് അതിന് 3 സർജറി നടത്തിയാൽ ശരിയല്ല. അതിന് പോലും SC കോടതിയിൽ ജാമ്യം. ഞങ്ങൾക്ക് ഒട്ടും വിശ്വാസമില്ലാത്ത കോടതികളാണ്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ കൺസ്ട്രക്ഷൻ കോൺട്രാക്ടറാണ്. 2024 എൻ്റെ ഒരു പ്രോജക്റ്റ് വർക്കല ബീച്ചിൽ എനിക്ക് ഒരു ലാൻഡ് പർച്ചേസ് ചെയ്ത് കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഞാൻ അത് കൃത്യമായിട്ട് എൻ്റെ ക്ലൈൻറ്റ് സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു മലയാളിയാണ്. അദ്ദേഹത്തിന് തിരിച്ച് വന്നവിടെ സെറ്റിൽ ആവാനാണ് ആ പ്രോജക്റ്റ്. അപ്പോൾ ഞാൻ 26 സെൻറ്റ് കൃത്യമായിട്ട് പർച്ചേസ് ചെയ്ത് ലാൻഡ് രജിസ്റ്റർ ചെയ്തു. പിന്നെ അദ്ദേഹം തിരിച്ച് സൗത്ത് ആഫ്രിക്കയിലേക്ക്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ആർക്കിടെക്റ്റിനെ കൊണ്ട് സൈറ്റിൽ പോയി ഒരു ആർക്കിടെക്ട് ഡിസൈൻ ചെയ്യുന്ന അനുസരിച്ച് എനിക്ക് മതിൽ കെട്ടണം. റോഡിലുള്ള സ്ഥലം വിട്ട് മതിൽ കെട്ടണം. മതിൽ കെട്ടാനായിട്ട് മാർക്ക് ചെയ്യാൻ പോയതാണ്. എൻ്റെ കൂടെ ഡ്രൈവറും ഉണ്ടായിരുന്നു, 2 ജോലിക്കാരും ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു 10-25 പേര് കൂടി എന്നെ അങ്ങ് വളഞ്ഞു പറഞ്ഞു പിന്നെ എന്താണ് സമയം ഞാൻ കൈ കെട്ടി നിന്നതേ ഉള്ളൂ. ഞാൻ വിചാരിച്ചവരെ എന്നെ ഇപ്പോൾ കൊന്ന് കടലിൽ എറിയുമായിരിക്കും. ആ രീതിയിലുള്ള ഗുണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 25-24 പുരുഷന്മാർ എനിക്ക് ചീളായിട്ടാണ് തോന്നുന്നത്. പക്ഷേ എൻ്റെ നാട്ടുകാരായിട്ടുള്ള ജോലിക്കാർ പറഞ്ഞു മാഡം നിങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. കാരണം ഇവരുടെ ഒരു ശീലം അനുസരിച്ച് ഇവർ നമ്മളെ അവർ സംഘർഷാസ്ത്രം ഉണ്ടാവും. അതിനിടെ നമ്മളെ കുത്തിയിട്ട് ഇവനങ്ങനെ രക്ഷപ്പെടും. അവൻ്റെ പേര് അനൂപ് നാസിമുദ്ദീൻ എന്നാണ്. അവൻ ഇപ്പോഴും വർക്കല മാത്രയിൽ സുഖമായിട്ട് ജീവിക്കുന്നു. ഞാൻ അവൻ്റെ പേര് പരാതി കൊടുത്തില്ല. പക്ഷേ ഞാൻ എങ്ങനെയാണ് എൻ്റെ പകരം കിട്ടുന്നത് എന്നുള്ളത് ഞാൻ നിയമപരമായിട്ട് പോകില്ല. ഞാൻ അയാൾ ഉപദ്രവിക്കാൻ കിട്ടില്ല. പക്ഷേ ഞാൻ അത് തീർച്ചയായിട്ടും ഞാൻ മറുപടി കൊടുത്തില്ല. ഞാൻ എൻ്റെ പ്രോജക്റ്റ് പൂർത്തിയാക്കി ഹാൻഡ്. പക്ഷേ ഇവനെ പോലെ ഗുണ്ടകളെയൊന്നും ഞാൻ പേടിച്ചില്ല. അപ്പോൾ അത് ഇവർക്ക് അന്ന് ആ സമയത്ത് പോലീസുകാർ വന്ന് ഈ ഗുണ്ടകളെ മാനേജ് ചെയ്യാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അവർ തിരിച്ചയക്കാനായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു എന്താ പറയേണ്ടത് ആ ഒരു എനിക്ക് പേടിയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അങ്ങനെ പേടിക്കത്തില്ല. കുട്ടി എന്നെ കടലിട്ട് ഇട്ട് ബാക്കി അവൻ അനുഭവിക്കുക അത്രേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷേ എൻ്റെ ഡ്രൈവറെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിച്ചു. എവിടെയാണ് ഇവർക്ക് അതിനുശേഷം ഇതേ ഗുണ്ടകൾ ഉപയോഗിച്ച് തൊട്ടടുത്തുള്ള റിസോർട്ടുകാരാണ് അയക്കുന്നത്. അവരിപ്പോഴും അവിടെ പോയി ഒരു സബ് ഇൻസ്പെക്ടർ ഭീഷണിപ്പെടുത്തുന്ന ഒരു വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അത് എങ്ങനെ കിട്ടിയെന്ന് എന്നോട് ചോദിക്കരുത്. അത് ചോദിച്ച് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ചോദിച്ചാൽ ഞാൻ കൊടുക്കും. പക്ഷേ എനിക്ക് തന്ന ആൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അത്രയും ക്രിമിനൽസ് വാഴുന്ന ഒരു അവരങ്ങനെ വാഴുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കേൾക്കുന്നല്ലോ. ഇന്നലെ ഞാൻ കഴിഞ്ഞ വർഷം കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ നാളായി അവരങ്ങനെ വാഴുകയാണ്. ആരാലും ചോദ്യം ചെയ്യാതെ ഈ പറഞ്ഞ 11 കേസും 50 കേസും ഉണ്ടെങ്കിലും എത്ര കാപ്പയുണ്ടെങ്കിലും അവർ സ്ഥാപനത്തിൽ കയറും. ആരും ഇല്ലാത്തവരെ റേപ്പ് ചെയ്യും. ഫുള്ളായി ഇറങ്ങിപ്പോൾ ജോർജ് ജോസഫ് കൊച്ചിയിൽ 500 സ്പാകൾ, തിരുവനന്തപുരത്ത് 200 സ്പാകൾ പറയുന്നത് ശരിയാണോ എന്നറിയില്ല. ഈ ഇരനത്തിനായുടെ തിരുവനന്തനായ എന്ന് പറയുന്നത് പോലെ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്ക് പോലീസുകാരുടെ കാശുവിച്ച് ഒത്താശ പുതിയ കാര്യമൊന്നുമല്ല. ലോകത്തെവിടെയായാലും ഏത് സമയം ഒരു കാര്യം ശ്രദ്ധിക്കുക, ക്രൈസിസസ് നമ്മളെ ധാരാളമായി സഹായിക്കട്ടെ. അപ്പോൾ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവം ഉപായബുദ്ധിയുള്ള ഒരു രാജാവ് വരുമെന്ന് പറയുന്നുണ്ട്. എഴുന്നേൽക്കും എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയും. Pulling down of strongholds, stand fast in liberty where the crisis men is free and be not ending like in the yoke of one exceeding joy. No,
ബൈബിൾ ഇപ്രകാരം വായിക്കുന്നു. എന്താണ്? സ്വാതന്ത്ര്യത്തിനെ ക്രിസ്തുമായി സ്വതന്ത്രമാക്കി അകലയിൽ ഉറച്ചിപ്പിൻ നാമിനെ അടിമത്തിൽ കൂടിയും പോരുത്. സ്റ്റാൻഡ് ഫാസ്റ്റ് ലിബർട്ടി ഓർത്ത് ക്രൈസ്റ്റസ് മിനിസ്ട്രി ആൻഡ് ബി നോട്ട് എന്നെങ്കിൽ അഗൈൻ ജോക്കബുണ്ട് ഫോർ ബിദനി ഹോൺ കാണ്ടർ ലിബർട്ടി. അശേഷം സത്യം ചെയ്യരുത്. ഡു നോട്ട് സിയർട്ടാൽ ഡു നോട്ട് ഫിയർ. അശേഷം സത്യം ചെയ്യരുത്. സ്വർഗ്ഗത്തെ കൊണ്ടരുത്, ദൈവത്തിൻ്റെ സിംഹാസനം. ഭൂമിയെ കൊണ്ടരുത്, ദൈവത്തിൻ്റെ പാതവിടം. യെരുശലേമിനെ കൊണ്ടരുത്, അത് മഹാരാജാവിൻ്റെ നഗരം. നിൻ്റെ തലയെ കൊണ്ട് സത്യം ചെയ്യരുത്. ഒരു രോമം വെളുപ്പിപ്പാനോ കറുപ്പിപ്പാനോ നിനക്ക് കഴിയുകയില്ല. പുള്ളിംഗ് ഡൗൺ സ്ട്രോങ് ഹോൾഡ്സ്. വീഴാതൊണ്ണം നിങ്ങളെ സൂക്ഷിച്ചു. അപ്പം ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഴാതൊണ്ണം നിങ്ങളെ സൂക്ഷിച്ച്. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, വല്ലാത്തവരും ദുഷ്ടരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെടേണ്ടതിനും നമ്മൾ എന്ത് ചെയ്യണം? വല്ലാത്തവരും ദുഷ്ടരുമായ ആളുകളുടെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കുന്നുള്ള അർത്ഥം നമുക്ക് വായിക്കാൻ കഴിയും. അതായത് നമുക്കൊരു കാര്യം ചിന്തിക്കാം. ക്രൈസ്റ്റിന്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് ഇപ്രകാരം റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നമുക്ക് ശരിക്കും പറഞ്ഞ് ഇങ്ങനെ നോക്കാം. അപ്പോൾ എന്താണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്? നമുക്കൊരു മിനിറ്റ്. സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി, അതായത് രണ്ട് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കുമ്പോൾ അവിടെ എന്താണ്? 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതായത് ഫൈനലി ബ്രദറൻ പ്രേ ഫോർ us that the word of the Lord may have free course and be glorified. എൻ്റെ 1-ാം വാക്യം, ഈവൻ ആസ് ഇറ്റ് ഈസ് വിത്ത് യു. ഒടുവിൽ സഹോദരന്മാരെ, കർത്താവിനവനെ നിങ്ങളുടെ അടുക്കൽ എത്തിയ പോലെ വേഗം വ്യാപിച്ച് മാറ്റപ്പെടുവാനും निदान है भाइयों, हमारे लिए प्रार्थना किया करो कि प्रभु का वचन ऐसा सिद्ध फैले और महिमा पाए जैसा तुम में हुआ, and that we may be delivered from unreasonable and wicked men, for all men have not faith. അതായത് നമുക്കിവിടെ വായിക്കാൻ കഴിയുന്ന വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വല്ലാത്തവരും ദുഷ്ടരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ. और हम ठेठे और दुष्ट मनुष्यों से बचे रहे, क्योंकि हर एक में विश्वास नहीं. But the Lord is faithful, who shall establish you and keep you from evil. Exceeding joy. Pulling down strongholds, stand fast in liberty over the crisis ministry and be not entangled against Jacob one day. For brethren, you have been called unto liberty. Pulling down strongholds, every good gift and every perfect it is coming from above the Father of lights, living God who gives richly all things in joy. But the Lord is faithful, who shall establish you and keep you from evil. കർത്താവ് വിശ്വസൻ അവൻ നിങ്ങൾ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ ആപ്പെടാതൊന്നും കാത്തുകൊള്ളും. परंतु प्रभु सच्चा है, वह तुम्हें दृढ़ता से स्थिर करेगा और उस दुष्ट से സുരക്ഷിത് രക്ഷക. ഇവിടെ നമുക്കൊരു കാര്യം ചിന്തിക്കാൻ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ക്രിസ്തേശു നമ്മളെ എന്ത് ചെയ്തിട്ടുണ്ട്? രക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹം നമ്മളെ രക്ഷിക്കുന്നു, ഇനി ഭാവിയിലും രക്ഷിക്കും. 3 ടെൻസ്. ഹു ഹാസ് ഡെലിവേർഡ് us from so great a death and doth deliver, in you trust that he will let deliver us. ഇനി 2 തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ നമുക്ക് വായിക്കുമ്പോഴത്തേക്കും 2 തിമോഥെയോസ് എന്താണ് 3-ാം അധ്യായത്തിൽ നമുക്ക് ഇപ്രകാരം വായിക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആൻഡ് ആൾ ദാറ്റ് വിൽ ലീവ് ഗോഡ്ലി ഇൻ ക്രൈസ്റ്റ് ജീസസ് ഷാൾ സഫർ പെർസിക്യൂഷൻ. എന്നാൽ ക്രിസ്തേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. पर जितने मसीह यीशु में भक्ति के साथ जीवन बिताना चाहते हैं वे सब सताए जाएंगे. बट evil men and seducers shall wax worse and worse, deceiving and being deceived. ദുഷ്ടമനുഷ്യരുമായവകളും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. और दुष्ट और बहकाने वाले धोखा देते हुए और धोखा खाते हुए बिगड़ते चले जाएगी. നാം ഇനി അടിമത്തിൽ കുടിയും പോരുത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെന്താണ്? അതായത് ഇങ്ങനെയുള്ള അധർമ്മ പ്രവർത്തികളിൽ നിന്നൊക്കെ രക്ഷ പ്രാപിക്കാനും മറഞ്ഞിരിക്കാനും എന്താണ് ചെയ്യേണ്ടത്? ബിലീവ് ഓൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ദെൻ യു ഷാൽ ബി സേവ്ഡ്. അതായത് കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും. മറ്റൊരുത്തലിന് രക്ഷയില്ല. നാം രക്ഷരാപ്പാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമല്ല. ദർ ഈസ് സാൽവേഷൻ ഇൻ നൺ, ദർ ഈസ് നോ നെയിം അണ്ടർ ഹെവൻ ഗിവൺ അമോങ് മെൻ വെയർ ബൈ വി മസ്റ്റ് ബി ഡു നോട്ട് സിയർ ആൾ ഡു നോട്ട് ഫിയർ. സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി ഓർത്ത് ക്രൈസ്റ്റസ് മിനിസ്ട്രി നാമിനെ അടിമത്തിൽ കൂടി പോരുത്. ദർ ഈസ് നോ നെയിം, ദർ ഈസ് സാൽവേഷൻ ഇൻ നൺ, ദർ ഈസ് നോ നെയിം ഗിവൺ അണ്ടർ ഹെവൻ എമോങ് ഫോർ ബിദൻ ഹോൺ കാണ്ടർ ലിബർട്ടി as free peace you. There is no name under heaven given among men whereby we must be saved. Exceeding joy, great joy. Now may the Lord of peace himself give peace always and everywhere. The Lord be with you all. Exceeding joy, great joy, Lord of peace. അതായത് നാം രക്ഷപ്രാപൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമല്ല. ദർ ഈസ് നോ നെയിം ഗിവൺ അണ്ടർ ഹെവൻ, ദാറ്റ് മീൻസ് എമോങ് മാൻ വെയർ ബൈ വി മസ്റ്റ് ബി സേവ്ഡ്. നമുക്കിങ്ങനെ ചിന്തിക്കാം. ദർ ഈസ് സാൽവേഷൻ ഇൻ നോ അതർ. അതായത് ദർ ഈസ് നോ നെയിം
അണ്ടർ ഹെവൻ ഗിവൺ എമോങ് മെൻ വെയർ ബൈ വി മസ്റ്റ് ബി സേവ്ഡ് പുള്ളിംഗ് ഡൗൺ സ്ട്രോങ് ഹോൾസ്. ഇനി മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റ് ഓർ വൺ ലോൺ ജീസസ് ക്രൈസ്റ്റ് സെഡ് ടു തോമസ് ഈസ് വൺ ഓഫ് ഹിസ് ഡിസൈപ്പിൾസ്, ഐ ആം ദ വേ ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്, നോ വൺ കംസ് ടു ദ ഫാദർ എക്സെപ്റ്റ് ത്രൂ മീ എക്സീഡിംഗ് ജോയ് ഗ്രേറ്റ് ലോർഡ് ഓഫ് പീസ്. ഞാൻ തന്നെ വഴിയും സത്യം ജീവനൊന്നു, ഞാൻ മുഖാന്തരമില്ലാതെ ആരും ഫാദറിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ദർ ഈസ് ഓൺലി വൺ വേ ടു ഹെവൻ, ദാറ്റ് ഈസ് അവർ വൺ ലോൺ ജീസസ് ക്രൈസ്റ്റ്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിലാപ്പെടും. അതായത് നമുക്കിങ്ങനെ ചിന്തിക്കാം. പ്രവൃത്തിയുടെ പുസ്തകം മത്തായി സുവിശേഷം 28:18 മുതൽ 20, പ്രവൃത്തി 2:38, 8:16, 10:48, 19:1-5 ഇത്യാദി വേദഭാഗങ്ങളും, കൊലസ്യർ 3:17 മറ്റ് വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോഴത്തേക്കും നമുക്കെന്താണ് FSR 5:20, പിന്നെ എബ്രായർക്ക് എഴുതിയ ലേഖനം 13:15 നമുക്ക് വായിക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോഴത്തേക്കും ഇഫ് എ പേഴ്സൺ ബിലീവത്ത് ആൻഡ് ഈസ് ബാപ്റ്റൈസ്ഡ് ഇൻ ദ നെയിം ഓഫ് അവർ വൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ദെൻ ഹി ആൻഡ് ഷീ അല്ലെങ്കിൽ ഹി ഓർ ഷീ ഷാൽ ബി സേവ്ഡ്. ഇഫ് എ പേഴ്സൺ ബിലീവത്ത് നോട്ട് ദെൻ ഹി ആൻഡ് ഷീ ഓർ ഹി ഓർ ഷീ ഷാൽ ബി കണ്ടംഡ്. പുള്ളിംഗ് ഡൗൺ ഓഫ് stand fast in liberty where the Christ has made us free and be not entangled again yoke of one day. What is not the other confusion but a peace. അതായത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടും. അധ്വാനിക്കുന്നവരും ഭാരം നമുക്കുള്ളവർ എല്ലാവരും എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. മൈ യോക്ക് ഈസ് ഈസി ആൻഡ് മൈ ബർഡൻ ഈസ് ലൈറ്റ്. അതായത് എൻ്റെ മുഖം പ്രദം എൻ്റെ ചുമട് ലഘുവാകുന്നു. ഫോർ ബദൻ യു ഹാവ് കാണ്ടർ ലിബർട്ടി. അതായത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിലാപ്പെടും. ഇഫ് എ പേഴ്സൺ ബിലീവത്ത് ആൻഡ് ഈസ് ബാപ്റ്റൈസ്ഡ് ഇൻ ദ നെയിം ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ദെൻ ഹി ഓർ ഷീ വിൽ ബി സേവ്ഡ്. ഇഫ് എ പേഴ്സൺ ബിലീവത്ത് നോട്ട് ദെൻ ഹി ഓർ ഷീ ഷാൽ ബി കണ്ടംഡ്. അപ്പോൾ ആ കണ്ടംനേഷൻ ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്രൈസ്റ്റ് ജീസസിൽ ട്രസ്റ്റ് ചെയ്യുക, ആശ്രയിക്കുക. Now there is no more condemnation those who are in Christ Jesus. The love of the Spirit of life in Christ Jesus has set me free from the love of sin and death. O wretched man that who shall deliver me from the body of this death. ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആറ് വിടുവിക്കും. അതുകൊണ്ട് ഇപ്പോൾ ക്രൈസ്റ്റ് ജീസസ് ഉള്ളവർക്ക് ശിക്ഷാവധിയുമില്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം ഈ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിലും ക്രിസ്ത്യസിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ബൈബിൾ നമുക്ക് വായിക്കുമ്പോഴത്തേക്കും ജീസസ് ക്രൈസ്റ്റിനെ ലോർഡെന്ന് ഈ വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അദ്ദേഹത്തെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്തു നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. If you confess with your mouth that our own Lord Jesus Christ is Lord and believeth with your heart that God has raised him from the dead, then you will be saved. അതായത് ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ കൊണ്ട് രക്ഷയ്ക്ക് ഏറ്റുപറയുകയും ചെയ്യും. അപ്പം വിശ്വസിച്ച ശേഷം എന്ത് ചെയ്യണം? അവർ ഓൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് നെയിമിൽ വാട്ടർ ബാപ്റ്റിസം സ്വീകരിച്ച് ക്രൈസ്റ്റ് ജീസസിനെ ധരിച്ചു കഴിഞ്ഞാൽ ഈ വരാൻ പോകുന്ന അനർത്ഥങ്ങളിൽ നിന്ന് മാത്രമല്ല ഈ ലോകത്തിൽ പുള്ളിംഗ് ഡൗൺ സ്ട്രോങ് ഹോൾസ് സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി എർത്ത് ക്രൈസ്റ്റ് ഹസ് മേഡ് us free. നാമിനെ അടിമത്തിൽ കുടുങ്ങിപ്പോരുത്. ഈ ലോകത്തിലെ അധർമ്മികളുടെ കയ്യിൽ നിന്നും ഈ ലോകത്തിലെ അധർമ്മത്തിൽ നിന്നും ഈ ലോകത്തിലെ വെളിപ്പെടാനിരിക്കുന്ന അധർമ്മമൂർത്തി അതിപ്പോൾ വെളിപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. ഹീ ഹു നോ റെഫറൻസ് ക്രിസ്തേശു അതിനെയൊക്കെ തടുക്കുന്നു. അധർമ്മത്തിൻ്റെ മർമ്മത്തിൽ നിന്നൊക്കെ നമുക്ക് ഫ്രീലി ലിവിങ് ഗോഡ് ഹൂ ഗീസ് റിച്ച്ലി ആൾ തിങ്സ് എൻജോയ്. എവറി ഗുഡ് ഗിഫ്റ്റ് ആൻഡ് ഒരു പെർഫെക്റ്റ് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം എബോവ് ദ ഫാദർ ഓഫ് ലൈറ്റ്സ്. എല്ലാം നല്ലതാനും തികഞ്ഞവരൊക്കെ ഉയരത്തിൽ വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഗോഡ് ഈസ് നോട്ട് യദർ കൺഫ്യൂഷൻ ബട്ട് പീസ്. നമുക്ക് ഈ ലോകത്തിലെ എല്ലാ നന്മകളും അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയും. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യാൻ പറ്റും? പാപത്തിൽ നിന്ന് അകന്ന് ജീവിപ്പാനും എല്ലാം നല്ലതാനും തികഞ്ഞവരൊക്കെ ഉയരത്തിൽ വെളിച്ചങ്ങളുടെ പിതാവിൽ ഇറങ്ങി വന്നു. നമുക്ക് സകലവും ധാരാളവും അനുഭവപ്പാൻ തരുന്ന റിച്ച്ലി ലിവിങ് ഗോഡ് ഹൂ ഗീസ് റിച്ച്ലി ആൾ തിങ്സ് എൻജോയ്. അപ്പോൾ ജീവനുള്ള ദൈവത്തിൽ നമുക്ക് ആശ്രയിപ്പാനും അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭാര്യപത്ര ജീവിതമൊക്കെ ആസ്വദിക്കാനൊക്കെ ക്രൈസ്റ്റ് ജീസസ് കൃപ നൽകുമെന്ന് വിശ്വസിക്കാം. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെയുള്ള ഗുണ്ടാ വിളയാട്ടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ക്രിസ്ത്യസ് രക്ഷ നൽകും. എന്തായാലും ആ സുബിൻ അലക്സാണ്ടർ എന്ന് പറഞ്ഞിരിക്കുന്ന ആ പയ്യൻ ആ ഗുണ്ട പ്രവർത്തനം ചെയ്തത് തീർച്ചയായിട്ടും അതിൽ പ്രതിഷേധം അറിയിക്കുന്നു. അതുപോലെ തന്നെ അവന് ഒത്താശ പിടിച്ചതായിട്ടുള്ള റിസോർട്ടിലെ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ അതിന് ഒത്താശ പിടിച്ചതായിട്ടുള്ള പോലീസുകാർക്കും ജഡ്ജിക്കും എതിരായിട്ട് തീർച്ചയായിട്ടും എൻ്റെ പ്രതിഷേധം അറിയിക്കുന്നു. മാത്രമല്ല പിന്നെ ഈ കാണുന്ന ഭരണകൂടങ്ങളെല്ലാം താൽക്കാലികം, അനീതി നിറഞ്ഞ ഭരണകൂടങ്ങളെല്ലാം താൽക്കാലികം. ബൈബിൾ വായിക്കുന്നു. പിന്നെ അവസാനം അന്നവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവിൻ്റെ പക്കൽ പരമേൽപ്പിക്കുന്നു വായിക്കുന്നു. ബൈബിൾ ഇപ്രകാരം വായിക്കുന്നു: ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ദ ലൈഫ്. ഹീ ദാറ്റ് ബിലീവത്ത് ഇൻ മീ അതായത് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നമുക്കൊരു മിനിറ്റ് ഒന്ന് വായിക്കാം, നമുക്കൊരു ആശ്വാസമുണ്ട്. മനസ്സിലായില്ലേ? യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കുമ്പോൾ അവിടെ നമുക്ക് എന്ത് കാണാൻ കഴിയും? ജീസസ് സെഡ് അൺടു ഹർ, ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ലൈഫ്.
He that believeth in me, though he were dead, yet shall he live. ജീസസ് അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാന ജീവനാവുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശുവിനെ ഉസ്സെ കहा पुनरुत्थान और जीवन में ही हूँ, जो कोई मुझ पर विश्वास करता है वह यदि मर भी जाए तो भी जिएगा. And whosoever liveth and believeth in me shall never die. സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി ഓർത്ത് ക്രൈസ്റ്റ് മിനിസ്ട്രി നാമിൻ്റെ അടിമത്തിൽ കൂടി ഇവരത് ബിലിയേഴ്സ് ദൗ ദിസ്, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കല്ല, ഇതെന്ന് വിശ്വസിക്കുന്നെന്ന് പറഞ്ഞു. और जो कोई जीवदा है और मुझ पर विश्वास करता है वह अनंत काल तक मरेगा. നാമിൻ്റെ അടിമത്തിൽ കൂടി പോരുത്. पुलिंग डोन स्ट्रॉन्गहोल्ड्स कैस्ट ऑन इमेजिनेशंस, वह अनंत काल तक न मरेगा. क्या तो इस बात पर गॉड इज नॉट यादर कन्फ्यूजन बट ऑफ पीस. पुलिंग डोन स्ट्रॉन्गहोल्ड्स, क्या तो इस बात पर विश्वास करती है. ഒന്നുകൂടെ വായിക്കാം. ഫോർ ബദനി ഹൻ കാണ്ടർ ലിബർട്ടി. वंस मोर. और जो कोई जीवदा है और मुझ पर विश्वास करता है वह अनंत काल तक न मरेगा. क्या तो इस बात पर विश्वास करती है. पुलिंग डोन स्ट्रॉन्गहोल्ड्स, നാം എന്നെ അടിമത്തിൽ കൂടി പെടുത്തു. ഷീ സെഡ് അൺ ടു ഹിം, യാ ലോർഡ്, ഐ ബിലീവ് ദാറ്റ് ദൗ ആർട്ട് ദ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ഗോഡ് വിച്ച് ഷുഡ് കം ഇൻ ടു ദ വേൾഡ്. അവൾ അവനോട്, ഉവ്വ് കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനെ ക്രിസ്തു നീ തന്നെയെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, उसने उससे कहा, हाँ हे प्रभु, मैं विश्वास कर चुकी हूँ कि परमेश्वर का पुत्र मसीह जो जगत में आने वाला था वह तो ही है. पुलिंग डोन स्ट्रॉन्गहोल्ड्स, സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി ഓർത്ത് ക്രൈസ്റ്റ് മിനിസ്ട്രി ആൻഡ് ബി നോട്ട് എൻഡേങ്കിൾഡ് അഗൈൻ ദി ഒക്കബോണ്ടെ. ലിവിംഗ് ഗോഡ് ഹൂ ഗീസ് റിച്ച്ലി ആൾ തിങ്സ് എൻജോയ് ഫോർ ബദനി ഹൻ കാണ്ടർ ലിബർട്ടി. അതായത് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് താനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിനെ മരണത്തിൻ്റെ അധികാരി പിശാചിനെ തൻ്റെ മരണത്താൽ നികുതിയേറുന്ന മരണഭീതിയിൽ അടിമകളായിരുന്നൊക്കെ വിടുവിച്ചു. ലിവിംഗ് ഗോഡ് ഹൂ ഗീസ് റിച്ച്ലി ആൾ തിങ്സ് എൻജോയ്. ദൂതന്മാരെ സംരക്ഷണ ജീവനല്ല, അബ്രഹാമിൻ്റെ സന്തതി സംരക്ഷണ ജീവനത്തിലെ അവർ ഓൺലോണസ് ജീസസ് ക്രൈസ്റ്റ് കടന്നു വന്നത്. അതുകൊണ്ട് ക്രിസ്ത്യൻസിൽ നമുക്ക് ആശ്രയിക്കാം. എന്ത് തന്നെയാണെങ്കിൽ ദേ പോയി ഇതാ, നമ്മുടെ സുരേഷ് ഗോയുടെ ഭാഷ പറഞ്ഞ് ദേ പോയി ഇതാ വന്നു, നമുക്ക് വീണ്ടും കാണുന്നവരെ. അമേരിക്കയിലുള്ളവരാണെങ്കിൽ, ഈ സമയത്ത് അമേരിക്കയിലുള്ളവരാണെങ്കിൽ, ഇപ്പോൾ ഇന്ത്യയിൽ IST 10:13 അമേരിക്കയിലാണ് ശുഭരാത്രി, ശുഭനിദ്ര. കേരളത്തിലുള്ളവരാണെങ്കിൽ ഹാവ് എ നൈസ് ഡേ. എന്തായിരുന്നാലും ഇങ്ങനെയുള്ള ഗുണ്ടാ വിളയാട്ടങ്ങൾക്കെതിരെയും അധർമ്മ പ്രവർത്തികൾക്കെതിരെയും പോലീസ് ക്രൂവൽറ്റീസ്, നെഗ്ലിജൻസ്, അതുപോലെ ജഡ്ജിമാരുടെ നെഗ്ലിജൻസ്, അനാസ്ഥകൾക്കെതിരെയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് പ്രതിഷേധിക്കാം. നമ്മൾ ജഡ്ജിയെന്നോ പോലീസെന്നോ അല്ല നോക്കേണ്ടത്. എന്താണ് പിന്നെ നീതി എവിടെയുണ്ടോ ആ ഭാഗത്ത് മാത്രം നിന്നാൽ മതി. തിന്മകൾ ആര് ചെയ്തിരുന്നാലും, അതിന് ഈവൻ സുപ്രീം കോടതിയിലെ ജഡ്ജി ചെയ്തിരുന്നാലും അതുപോലെ തന്നെ ഹൈക്കോടതിയിൽ ജഡ്ജി ചെയ്തിരുന്നാലും ബൈബിൾ ഇപ്രകാരം വായിക്കുന്ന എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് ഇല്ലാത്തവരെ തരുന്നു. നന്മ ചെയ്യുന്നതിനില്ല, ഒരുത്തൻ പോലും ഇല്ലെന്നാണ് ബൈബിൾ വായിക്കുന്നത്. നീതിമാൻ ഒരുത്തൻ പോലും ഇല്ല. അങ്ങനെയെങ്കിൽ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ചീഫ് ജസ്റ്റിസിനൊന്നും അവിടെ ഒഴിവാക്കിയിട്ടില്ല. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിൽ ജഡ്ജിയാണെങ്കിലും രക്ഷ പ്രാപിപ്പാനാണെങ്കിൽ അതിന് ഒരു നെയിം, അതായത് നാമം മാത്രമേ ഉള്ളൂ. ബിലീവ് ഓൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് യു ഷാൽ ബി സേവ്ഡ്. ദെർ ഈസ് സാൽവേഷൻ ഇൻ നൺ. മൈ യോക്ക് ഈസ് ഈസി ആൻഡ് മൈ ബർഡൻ ഈസ് ലൈറ്റ്. ഗോഡ് ഈസ് നോട്ട് യാതൊരു കൺഫ്യൂഷൻ ബട്ട് ഓഫ് പീസ്. അതായത് ദെർ ഈസ് സാൽവേഷൻ ഇൻ നൺ. ദെർ ഈസ് നോ നെയിം അണ്ടർ ഹെവൻ ഗിവൺ അമോങ് മെൻ വെയർ ബൈ വി മസ്റ്റ് ബി സേവ്ഡ്. നാം രക്ഷപ്പെടാൻ ഗോഡ് ഈസ് നോട്ട് യാതൊരു കൺഫ്യൂഷൻ ബട്ട് ഓഫ് പീസ്. നാം രക്ഷപ്പെടാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട മറ്റൊരു നാമല്ല. ഞാൻ എൻ്റെ കുടുംബം ഞങ്ങളെ ഏവ സേവിക്കും. പുള്ളിംഗ് ഡോൺ സ്ട്രോൾസ്. അപ്പോൾ എന്നിരുന്നാലും ജഡ്ജിമാരായാലും ശരി, ഹൈക്കോടതിയിലെ ജഡ്ജിമാരായാലും ശരി, സുപ്രീം കോടതിയിലെ ജഡ്ജിമാരായാലും ശരി, CJ ആയാലും ശരി, സൂര്യകാന്തായാലും ശരി, പിന്നെ ഏത് ജഡ്ജിയായാലും ശരി, എന്ത് കാന്തായാലും ശരി തന്നെ, അല്ലെങ്കിൽ ഏത് പിന്നെ സൂര്യകാന്തോ ജമയന്തികാന്തോ എന്ത് കാന്തായിരുന്നാലും രക്ഷ പ്രാപിക്കണമെങ്കിൽ, സ്വർഗ്ഗരാജ്യത്തേക്ക് പോകണമെങ്കിൽ, എറ്റേണൽ ലൈഫ് പ്രാപിക്കണമെങ്കിൽ, വേജസ് ഓഫ് സിൻ ഈസ് ഡെത്ത്, ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഈസ് എറ്റേണൽ ലൈഫ് ത്രൂ ജീസസ് ക്രൈസ്റ്റ് അവർ ലോർഡ്. അത് പോലീസല്ല, ഗീലീസല്ല, ജഡ്ജിയല്ല, വക്കീലല്ല, ഏത് മനുഷ്യനായാലും രക്ഷ പ്രാപിക്കാനായിട്ട് ഒറ്റ നാമമേ ഉള്ളൂ. പിന്നെ അധർമ്മ പ്രവൃത്തി ചെയ്യുന്നവർക്ക് കൊട പിടിച്ചു കഴിഞ്ഞാൽ, കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ അതിന് തക്കതായിട്ടുള്ള പ്രതിഫലം അവർ പ്രാപിക്കും. അങ്ങനെയുള്ള ശിക്ഷാവധി പ്രാപിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഓ റെച്ചഡ്മെൻ്റ് അറ്റ് ഹു ഷാൽ ഡെലിവർ മീ ഫ്രം ദ ബോഡി ദിസ് ഡെത്ത്. നൗ ദർ ഈസ് നോ മോർ കണ്ടംനേഷൻ ദോസ് ആർ ഇൻ ക്രൈസ്റ്റ്. ദ ലവ് ദി സ്പിരിറ്റ് ഓഫ് ലൈഫ് ഇൻ ക്രൈസ്റ്റ് ഈസ് സെറ്റ് മീ ഫ്രീ ഫ്രം ദി ലവ് സിൻ ഡെത്ത്. മുസ്ലിങ്ങൾ അതുപോലെ തന്നെ സംഘപരിവാർ ഇങ്ങനെയുള്ള അധർമ്മ പ്രവൃത്തികളും ഒരു ഭാഗത്ത് വർദ്ധിച്ചു വരുന്നു. അപ്പോൾ അവർ ഈ ദേശം കൈയടക്കുന്നതിന് മുമ്പേ ദേശത്തിന് രക്ഷ കിട്ടുവാൻ തക്കണം ക്രിസ്തേശു പ്രവർത്തിക്കും. ക്രിസ്തേശുവിൽ ആശ്രയിക്കുക. ക്രിസ്തേശു നമുക്കും നമുക്ക് ചുറ്റുമുള്ള നില വേലികെട്ടി സംരക്ഷിക്കും, വിശ്വസിക്കുക. വരാൻ പോകുന്ന കോപത്തിൽ നിന്നും മഹോദര കാലത്തിൽ നിന്നും അതുപോലെ തന്നെ നിത്യനരകത്തിൽ നിന്നും ഒക്കെ ഒഴിഞ്ഞിരിക്കാൻ തക്കണം ക്രിസ്തേശുവിൻ്റെ നാമം, അവർ ഒള്ളണസ് ജീസസ് ക്രൈസ്റ്റിൻ്റെ നാമം മാത്രമേ നമുക്ക് ഗോപുരമായിട്ട്, അതായത് അഭയസ്ഥാനം. ആൻഡ് ബി നോട്ട് എൻഡേങ്കിൾഡ് അഗൈൻ. സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി വെർത്ത് ക്രൈസ്റ്റ് മിനിസ്ട്രി ആൻഡ് ബി നോട്ട് എൻഡേങ്കിൾഡ് അഗൈൻ ദി ഒക്കമുണ്ട്. ഇങ്ങനെയുള്ള അതായത്
ഇങ്ങനെയുള്ള അനർത്ഥങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നൊക്കെ രക്ഷ പ്രാപിക്കണമെങ്കിൽ ഫോർ ബദൻ യു ഹാൻ കാണ്ടർ ലിബർട്ടി. നമുക്കെന്താണ് യഹോവയുടെ നാം ബലമുള്ള ഗോപുരം നീതിമാനിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. ക്രിസ്തയേശു ഓർ ഓൺലോണസ് ജീസ് ക്രൈസ് നെയിമിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ അഭയവും അഭയസ്ഥാനവും ഗോപുരമുള്ളൂ. ക്രിസ്തയേശുവിൽ നമുക്ക് ആശ്രയിക്കാം, നമുക്ക് ട്രസ്റ്റ് ചെയ്യാം. ക്രിസ്തയേശു നമ്മളെ ധാരാളമായി എന്ത് ചെയ്യും, സഹായിക്കും നമ്മൾ വിശ്വസിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. സുരേഷ് കെ പറഞ്ഞല്ലോ അതേ പോയി ദാ വന്നു. നമുക്ക് വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ. എന്തുണ്ട് വിശേഷങ്ങൾ? നമുക്ക് ബൈബിൾ പ്രകാരം വായിക്കുന്നു. നോ മേ ദി ലോർഡ് ഓഫ് പീസ് ഹിംസെൽഫ് ഗീവ് പീസ് ആൾവേസ് ഇൻ എവരി വേ pulling down strongholds. Now may the Lord of peace pulling down strongholds. Now may the Lord of peace himself give peace always in the Lord be with you all. Exceeding joy great the Lord of peace. Peace be to all. Pulling down strongholds. Peace be to all those who are in crisis. Amen. Pulling down of